ഹായ് ഫ്രണ്ട്സ്, റൊമാൻസ് ഇൻ ദി ഹൗസിന്റെ 4ാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. തുടക്കത്തിൽ തന്നെ നമ്മുടെ കുട്ടി മിറയും അച്ഛനും കൂടെ ഗ്രൗണ്ടിൽ ഇരുന്ന് കളിക്കുന്നതാണ് കാണിക്കുന്നത്. രണ്ടുപേരും നല്ല സന്തോഷത്തിൽ തന്നെയായിരുന്നു. നിനക്ക് വലുതാവുമ്പോൾ അത്ലറ്റ് ആവണോ എന്ന് അച്ഛൻ ചോദിക്കുന്നു. എന്നാൽ തനിക്ക് അത്ലറ്റ് ആവണ്ടായിരുന്നു. അത്ലറ്റ് ഒക്കെ ആവണമെങ്കിൽ അത്രയ്ക്ക് എക്സ്ട്രീം ആയിട്ടുള്ള കഴിവ് നമുക്ക് വേണം, അല്ലെങ്കിൽ നമ്മൾ എങ്ങും എത്തിച്ചേരില്ല എന്ന് മിറ പറയുന്നു. ഇതാരാ, അമ്മയാണോ നിനക്ക് പറഞ്ഞു തന്നതെന്ന് അച്ഛൻ ചോദിക്കുന്നു. അതെ, അമ്മയാണ് പറഞ്ഞു തന്നത്. അത് മാത്രമല്ല, ഞാൻ ഏതിലോ അത്ലറ്റിനെ ഡേറ്റ് ചെയ്ത എന്റെ മുടി മൊട്ടയടിക്കുമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് എന്ന് മിറ പറയുന്നു. എന്നാൽ നിന്റെ അമ്മയുടെ മുടിയാണ് ആദ്യം തന്നെ മൊട്ടയടിക്കേണ്ടതെന്ന് ജിൻ പറഞ്ഞു കളിയാക്കുന്നു. അച്ഛൻ എന്താ ജോലിക്ക് പോവാത്തതെന്ന് മിറ പിരക്കുന്നു. എന്നാൽ തനിക്ക് ഓഫ് ആണെന്നും പറഞ്ഞ് ജിൻ മിറയുടെ അടുത്തേക്ക് വരുന്നു. നാളെ മിറയുടെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ട് നാളെ മിറയ്ക്ക് ഒരു ഗിഫ്റ്റ് തരാമെന്ന് അച്ഛൻ പറയുന്നു. നമ്മുടെ കുട്ടിമിറയ്ക്ക് അത് ഭയങ്കര സന്തോഷമായി. മിറയ്ക്ക് അച്ഛൻ കൊടുത്തത് ഒരു സൈക്കിളായിരുന്നു. അവൾക്ക് ആ ഗിഫ്റ്റ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്നാൽ തനിക്ക് സൈക്കിൾ ഓടിക്കാൻ അറിയില്ലെന്നും ഇപ്പോൾ തന്നെ പഠിപ്പിക്കുക, നാളെ മുതൽ താൻ സ്കൂളിൽ സൈക്കിളിലാണ് പോകുന്നതെന്നും മിറ പറയുന്നു. മിറ പറഞ്ഞതിന് ജിൻ സമ്മതിക്കുന്നു. ജിൻ മിറയെ സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിക്കുന്നു. അവിടെയാണ് നമ്മുടെ ഫ്ലാഷ് ബാക്ക് സീൻ അവസാനിക്കുന്നത്. പിന്നീട് നമ്മുടെ പ്രസന്റിലേക്ക് വരികയാണ്. മിറ എന്തിനാണ് ഇങ്ങനെ കുട്ടികളെ പോലെ പെരുമാറുന്നത്, അവക്ക് എന്താ ഇത്രയ്ക്ക് പ്രശ്നം എന്നൊക്കെ നമ്മുടെ മിറയുടെ അനിയൻ സുന്ദരി ആന്റിയുടെ കടയിൽ ഇരുന്ന് പറയുന്നു. എന്നു മുതലാണ് അവര് തെറ്റിയതെന്ന് ആന്റി ചോദിക്കുന്നു. അന്ന് നിങ്ങളുടെ വീടും കടയൊക്കെ നഷ്ടമായതിനു ശേഷമാണോ എന്ന് സുന്ദരി ആന്റി തിരക്കുന്നു. എന്നാൽ അന്നല്ല, അതിനു മുന്നേ തന്നെ അവർ തെറ്റിയെന്ന് മിറയുടെ അനിയൻ പറയുന്നു. ആ സമയം നമ്മുടെ കടയുടെ മുന്നിൽ കൂടെ പൊക്കോണ്ടിരുന്ന മിറയുടെ അമ്മയെ നമ്മുടെ ഗ്രാൻഡ്മ കാണുന്നു. ഗ്രാൻഡ്മ മിറയുടെ അമ്മയോട് സംസാരിക്കാൻ വേണ്ടി ചെല്ലുന്നു. തന്നോട് ക്ഷമിക്കണമെന്നും തന്റെ കൊച്ചുമോന്റെ കാര്യം ഓർത്ത് പേടിച്ചാണ് താൻ അന്ന് വന്ന സൂപ്പർ മാർക്കറ്റിൽ പ്രശ്നം ഉണ്ടാക്കിയതെന്നും ഗ്രാൻഡ്മ പറയുന്നു. മിറയുടെ അമ്മയ്ക്ക് കൊച്ചുമക്കളാവുമ്പോഴേ താൻ അനുഭവിച്ചത് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഗ്രാൻഡ്മ പറയുന്നു. തനിക്ക് നല്ല കുറ്റബോധം ഉണ്ടെന്നും അതൊന്നും മനസ്സിൽ വെക്കരുതെന്നും ഗ്രാൻഡ്മ പറയുന്നു. എന്നാൽ തനിക്ക് ദേഷ്യമൊന്നും ഇല്ലെന്നും പണ്ട് മുതലേ നിങ്ങൾ ഇങ്ങനെയൊക്കെയല്ലേ ചെയ്യുന്നതെന്നും മിറയുടെ അമ്മ ചോദിക്കുന്നു. പണ്ട് മുതലേ നിങ്ങൾ എന്നെ ഡോർമാറ്റ് ആയിട്ടാണ് കണ്ടിരിക്കുന്നത്. അന്നൊന്നും ഞാൻ ദേഷ്യപ്പെട്ടിട്ടില്ലല്ലോ. എനിക്ക് വേറെ ചോയ്സ് ഇല്ല, നിങ്ങൾ ഇഗ്നോർ ചെയ്യുക മാത്രമേ ഉള്ളൂ എന്ന് മിറയുടെ അമ്മ പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ മിറയുടെ അമ്മ വില്ലയിലേക്ക് എത്തി. ആ സമയത്ത് തന്നെയായിരുന്നു ജിൻ പുറത്തേക്ക് ഇറങ്ങിയതു. നിങ്ങളുടെ ശരീരത്തിൽ ടാറ്റു ഉണ്ടോ എന്ന് മിറയുടെ അമ്മ തിരക്കുന്നു. ഇപ്പോഴെങ്കിലും നിനക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാൻ തോന്നിയല്ലോ, എന്താ കാരണോ എന്ന് മിറയുടെ അച്ഛൻ തിരക്കുന്നു. എന്നാൽ അതിനൊരു മറുപടി പറയാതെ നിങ്ങൾ റിച്ച് ആയ കാര്യം നിങ്ങൾ സഹോദരി അറിഞ്ഞില്ലേ എന്ന് മിറയുടെ അമ്മ തിരക്കുന്നു. സഹോദരിയുടെ കാര്യം തിരക്കിയതും ജിൻ ഒന്ന് പേടിക്കുന്നു. എന്താ ഇപ്പൊ സഹോദരിയെ കുറിച്ച് തിരക്കാൻ, നീ സഹോദരിയെ കണ്ടിരുന്നോ എന്ന് ജിൻ തിരക്കുന്നു. എന്നാൽ താൻ നേരിട്ട് കണ്ടില്ല എന്നും ഫോണിൽ കൂടെ വിളിച്ച് സംസാരിച്ചു എന്നും മിറയുടെ അമ്മ പറയുന്നു. ജിന്നാണ് വില്ല മേടിച്ചതെന്ന് അറിഞ്ഞതിന് ശേഷം മിറയുടെ അമ്മ ജിന്നിന്റെ സഹോദരിയെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സൗണ്ട് മാറ്റിയാണ് മിറയുടെ അമ്മ സംസാരിച്ചത്. ജിൻ ഒരു ബിൽഡിംഗ് മേടിച്ചെന്നും നിങ്ങൾ അറിഞ്ഞില്ലേ എന്നും സഹോദരിയോട് ചോദിക്കുന്നു. എന്നാൽ അതൊരു ഫ്രോഡ് കോളാണെന്നും വിചാരിച്ച് സഹോദരി കോള് കട്ട് ചെയ്യുന്നു. ഇതുവരെയായിട്ടും സഹോദരി അറിഞ്ഞിട്ടില്ല ജിൻ ഒരു വില്ല മേടിച്ച കാര്യം. എന്താണ് സഹോദരിയോട് പറയാതിരുന്നേന്ന് മിറയുടെ അമ്മ തിരക്കുന്നു. അവളെ അറിയിച്ചാൽ അവൾ ഇവിടെ വന്ന് നമ്മളെ രണ്ടുപേരെയും തല്ലുമെന്ന് ജിൻ പറയുന്നു. അതുകൊണ്ട് മാത്രമാണോ സഹോദരിയോട് പറയാതിരുന്നേന്ന് മിറയുടെ അമ്മ തിരക്കുന്നു. എന്താ, എന്നെ നിനക്ക് സംശയമാണോ എന്ന് ജിൻ തിരക്കുന്നു. നിങ്ങൾ എന്താ ജിൻ ചെയ്തത് എന്ന് മിറയുടെ അമ്മ തിരക്കുന്നു. ആ സീൻ കട്ട് ചെയ്ത് പിന്നീട് നമ്മൾ കാണുന്നത് ജയയാണ്. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോഴാണ് തന്റെ വീട്ടിലേക്ക് ആരോ അതിക്രമിച്ച് കയറിയ കാര്യം ജയ മനസ്സിലാക്കുന്നത്. കതവ് തുറന്നു വരുന്ന ആളെ അടിക്കാൻ വേണ്ടിയിട്ട് ജയ തയ്യാറാവുന്നു. ജയയുടെ സ്ഥിരം പരിപാടി തന്നെ ചെയ്യുന്നു. എന്നാൽ ഭാഗ്യത്തിന് ആ കിക്ക് കൊണ്ടില്ല. അത് ജയയുടെ അച്ഛൻ തന്നെയായിരുന്നു, അതായത് നമ്മുടെ സിഇഒ. നിങ്ങൾ എങ്ങനെ ഇതിന്റെ അകത്ത് കയറി, നിങ്ങൾക്ക് എങ്ങനെ പാസ്വേഡ് കിട്ടിയെന്ന് വെപ്രാളത്തിൽ ജയ തിരക്കുന്നു. ഞാനത് ഗസ് ചെയ്തതാണെന്ന് ജയയുടെ അച്ഛൻ പറയുന്നു. അങ്ങനെ അവര് രണ്ടുപേരും അകത്തിരുന്ന് സംസാരിക്കുന്നു. നീ എന്തിനാണ് ഇങ്ങനെ സെക്യൂരിറ്റി ജോലി നോക്കുന്നത്, നിനക്ക് ബിസിനസ് ചെയ്തൂടെ എന്ന് സിഇഒ തിരക്കുന്നു. അതായത് നമ്മുടെ ജയയുടെ അച്ഛൻ. എന്നാൽ അച്ഛൻ തന്നെയാണ് എനിക്ക് ഈ ജോലി തന്നതെന്നും ജയ് പറയുന്നു. അപ്പോഴാണ് ഒരു ഫ്ലാഷ് ബാക്ക് സീൻ കാണിക്കുന്നത്. ജയ് 10 വർഷം കരാട്ടയുടെ പുറകിൽ നടന്നതിന് ജയയുടെ അച്ഛൻ ജയനെ വിളിച്ച് വഴക്ക് പറയുന്നു. ഇനിയെങ്കിലും ബിസിനസ് നോക്കിക്കൂടെ, എത്ര നാൾ നീ ഇങ്ങനെ നടക്കുമെന്ന് ജയയുടെ അച്ഛൻ തിരക്കുന്നു. എനിക്ക് ഓഫീസ് ജോലിക്ക് പകരം എന്തെങ്കിലും അധ്വാനമുള്ള ഒരു ജോലി തരാൻ ജയ് അച്ഛനോട് പറയുന്നു. എന്നാൽ നീ പോയി സെക്യൂരിറ്റി ജോലി ചെയ്തോളാൻ ജയയുടെ അച്ഛൻ പറയുന്നു. ജയയുടെ അച്ഛൻ അപ്പോൾ വന്ന ദേഷ്യത്തിന് പുറത്ത് പറഞ്ഞതായിരുന്നു. എന്നാൽ ജയ് അത് സീരിയസ് ആയി എടുക്കുകയും ജെ പ്ലസ് വന്ന് സെക്യൂരിറ്റി ജോലി ചെയ്യുകയും ചെയ്തു. ഈ ഫ്ലാഷ് ബാക്ക് സീൻ കട്ട് ചെയ്ത് പിന്നെ പ്രസന്റിലേക്കാണ് വരുന്നത്. അച്ഛൻ പറഞ്ഞിട്ടാണ് താൻ സെക്യൂരിറ്റി ജോലി ഏറ്റെടുത്തെന്നും തനിക്ക് പോകാൻ സമയമായെന്നും പറഞ്ഞ് ജയ് അവിടെ നിന്ന് പോകുന്നു. ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്കാണ് ജയ് മിറയെ കാണുന്നത്. എന്നാൽ മിറ ഗ്രാൻഡ്മോനെ സംസാരിച്ചിരിക്കുകയാണ്. മിറയുടെ അമ്മയ്ക്ക് കൊച്ചുമക്കളെ കാണാനുള്ള പ്രായമായെന്നും എത്രയും പെട്ടെന്ന് വിവാഹം കഴിക്കാനൊക്കെ ഗ്രാൻഡ്മ പറയുന്നു. എന്നാൽ മിറ അതിനൊരു മറുപടി പറയാതെ ശരി എന്നാ പിന്നെ കാണാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. പിന്നീട് മിറ ചെന്ന് കയറുന്നത് വയസ്സായ അപ്പൂപ്പന്റെയും ഗ്രാൻഡ്മയുടെ ഹസ്ബൻഡിന്റെയും മുന്നിലാണ്. ജിൻ ഒരു പാവമാണെന്നും ജിന്നിന്റെ പാവ സ്വഭാവം കാരണമാണ് ജിൻ റിച്ച് ആയതെന്നും അവർ പറയുന്നു. അപ്പുറത്തെ ബിൽഡിംഗ് മേടിക്കാൻ ജിന്നിന് ഉദ്ദേശമുണ്ടോ എന്ന് മിറയോട് തിരക്കുന്നു. അതിനും മിറ ഒന്നും പറയാതെ അവിടെ നിന്ന് പിന്നെ കാണാമെന്ന് പറഞ്ഞു പോകുന്നു. ഇതെല്ലാം ജയ് കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ മിറ വന്ന് കയറിയത് കരോക്കെ ക്ലാസ്സിലായിരുന്നു. എന്നാൽ ക്ലാസ് ഒന്ന് ക്ലോസ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു.
അവിടുന്ന് തിരിഞ്ഞു നടന്നപ്പോഴാണ് അതേ ബിൽഡിങ്ങിൽ കരാട്ടെ ക്ലാസ് നടത്തുന്ന ജയെ മിറ കാണുന്നത്. പൊട്ടിക്കാൻ പറ്റിയ ബോർഡ് ജയയുടെ കയ്യിലുണ്ടോന്ന് മിറ തിരക്കുന്നു. ജയ മിറയെ അകത്തേക്ക് ക്ഷണിക്കുന്നു. എങ്ങനെയാണ് ബോർഡ് അടിച്ച് പൊട്ടിക്കേണ്ടതെന്ന് ജയ മിറയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു. പേടിക്കാനൊന്നുമില്ലെന്നും ധൈര്യത്തോട് ചെയ്യാനും ജയ പറയുന്നു. എന്നാൽ ജയ പറഞ്ഞു തീരുന്നതിന് മുന്നേ തന്നെ മിറ ആ ബോർഡ് അടിച്ച് പൊട്ടിച്ചിരുന്നു. മിറയ്ക്ക് അത് ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ ആ സെറ്റ് ബോർഡ് മുഴുവൻ മിറ ഇടിച്ചു പൊട്ടിച്ചു. പൊട്ടിയ പീസ് എല്ലാം പറക്കുന്നതിനിടെ താൻ തന്റെ നെയ്ബേഴ്സിനോടുള്ള ദേഷ്യമാണ് തീർത്തതെന്ന് മിറ ജയനോട് പറയുന്നു. ആ സമയം മിറയുടെ തലയിൽ ആ ബോർഡിന്റെ ഒരു പീസ് ഇരുന്നത് ജയ എടുത്തു മാറ്റുന്നു. എന്നാൽ ജയ മാറിയതിനു ശേഷവും മിറ ജയനെ തന്നെ നോക്കുന്നു. പിന്നീട് നമ്മുടെ ജിന്നും ടാക്സ് അക്കൗണ്ടന്റും ഡ്രിങ്ക്സ് അടിക്കുന്നതാണ് കാണിക്കുന്നത്. കുറച്ച് ഡ്രിങ്ക്സ് മേടിച്ചു കൊടുത്തപ്പോഴേക്കും നമ്മുടെ നെയ്ബേഴ്സൊക്കെ എത്ര സ്നേഹത്തോടെയാണ് തന്നോട് പെരുമാറുന്നതെന്ന് ജിൻ പറയുന്നു. ഗ്രാൻഡ്മയാണെങ്കിൽ ഓരോ ഡിഷൊക്കെ ഉണ്ടാക്കി ജിന്നിന് കൊണ്ട് കൊടുക്കുന്നു. കണ്ണാടി അങ്കിൾ ആണെങ്കിൽ ജിന്നിന്റെ ഡ്രസ്സൊക്കെ അയൺ ചെയ്തത് കൊണ്ട് കൊടുക്കുന്നു. വയസ്സായ അപ്പൂപ്പൻ തന്റെ വിവാഹശേഷം അമ്മായച്ചൻ തന്ന വിലപിടിപ്പുള്ള ഒരു ഡ്രിങ്ക്സ് ജിന്നിന് നൽകുന്നു. അപ്പോൾ നെയ്ബേഴ്സ് ആരും സംശയിക്കുന്നില്ലേ എന്ന് ടാക്സ് അക്കൗണ്ടന്റ് തിരക്കുന്നു. പെട്ടെന്ന് ജിൻ മിറയുടെ അമ്മയെക്കുറിച്ച് ഓർക്കുന്നു. നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് മിറയുടെ അമ്മ തിരക്കിയത് പെട്ടെന്ന് ജിന്നിന്റെ മനസ്സിലേക്ക് ഓടി വരുന്നു. എന്നാലും ജിൻ തന്നെ ഇപ്പോൾ ആരും സംശയിക്കുന്നില്ല എന്ന് ടാക്സ് അക്കൗണ്ടന്റിനോട് പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഒരു ഇരുട്ടുള്ള മുറിയിൽ കണ്ണാടി അങ്കിൾ ഇരിക്കുന്നതാണ്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ കണ്ട പോലെ ജിന്നിനോടുള്ള സംശയം മാറിയിട്ടില്ലായിരുന്നു. എല്ലാവരുടെയും മുന്നിൽ മാറിയതായിട്ട് അഭിനയിക്കുകയായിരുന്നു കണ്ണാടി അങ്കിൾ ചെയ്തത്. ഫ്ലവർ ബെഡിൽ നിന്ന് കിട്ടിയ തീപ്പെട്ടിയും എടുത്ത് താൻ രഹസ്യമായി ഇത് അന്വേഷിക്കുമെന്ന് കണ്ണാടി അങ്കിൾ പറയുന്നു. അടുത്ത സീനിൽ ജയയും മിറയും ഒരുമിച്ച് വരുന്നതാണ് കാണിക്കുന്നത്. രണ്ടുപേരും ചിരിച്ച് സന്തോഷിച്ചാണ് വരുന്നത്. എന്താണ് ഇപ്പോഴും സൈക്കിളിൽ യാത്ര ചെയ്യുന്നതെന്ന് മിറ ജയനോട് തിരക്കുന്നു. ട്രാഫിക്കിൽ നിന്ന് രക്ഷപ്പെടാനാണ് ജയ മറുപടി നൽകുന്നു. മിറയ്ക്ക് സൈക്കിൾ ഓടിക്കാൻ അറിയില്ലേ എന്ന് ജയ തിരക്കുന്നു. തനിക്കത് അറിയില്ല എന്നും സാധാരണ അച്ഛന്മാരല്ലേ ഇതൊക്കെ പഠിപ്പിക്കുന്നതെന്ന് മിറ തിരക്കുന്നു. നമ്മൾ തുടക്കത്തിൽ തന്നെ കണ്ടില്ലേ ജിൻ മിറയ്ക്ക് സൈക്കിൾ മേടിച്ചു കൊടുക്കുന്നത്. ഒരുപക്ഷെ ജിൻ മിറയ്ക്ക് സൈക്കിൾ ചവിട്ടാൻ പഠിപ്പിച്ചു കൊടുത്തു കാണില്ല. അതായിരിക്കും മിറ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റായ നമ്മുടെ ജിന്നിനെ ടാക്സ് അക്കൗണ്ടന്റും മറ്റൊരാളും കൂടെ ചേർന്ന് കൊണ്ടുപോകുന്നു. എന്നാൽ അവര് വന്നു പെടുന്നത് ജയയുടെയും മിറയുടെയും മുന്നിലായിരുന്നു. ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റായ ജിന്നിനെ എല്ലാവരും കൂടെ ടാക്സിയിൽ പറഞ്ഞു വിടുന്നു. അപ്പോഴേക്കും മിറ അവിടെ നിന്ന് പോയി കഴിഞ്ഞിരുന്നു. വിഷമിച്ച് നിന്ന മിറയുടെ അടുത്തേക്ക് ജയ വരുന്നു. അമിതമായി നമ്മൾ ജയിക്കാൻ നോക്കിയാൽ തോൽക്കും. നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ പെട്ടെന്ന് ചെയ്യണം. നമ്മുടെ ഒപ്പണന്റിനെ കുറിച്ച് ചിന്തിച്ച് പേടിച്ചിരിക്കുമല്ലോ വേണ്ടത്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ജയ മിറയെ മോട്ടിവേറ്റ് ചെയ്യുന്നു. അടുത്ത ദിവസം ജിൻ വില്ലയിൽ താമസിക്കുന്ന താമസക്കാരെ വിളിച്ച് ഒരു മീറ്റിംഗ് നടത്തുന്നു. നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ടെന്നും 3 മാസം മെയിന്റനൻസ് ഫീസ് തരണ്ടായെന്നും ജിൻ പറയുന്നു. ഇത് കേട്ട് എല്ലാവരും ഹാപ്പി ആവുന്നു. എന്നാൽ അപ്പോൾ തന്നെ നമ്മുടെ മിറ അവരുടെ മെയിന്റനൻസ് ഫീസ് കൊടുക്കുന്നു. അമ്മയുടെ ജോലി കഴിഞ്ഞതിന് ശേഷം ജിൻ അമ്മയെ വിളിക്കുന്നു. പുറത്തുപോയി ഫുഡ് കഴിക്കാനായിരുന്നു അമ്മയെ വിളിച്ചത്. എന്നാൽ തനിക്കൊരു ഡിന്നർ ഇന്നുണ്ടെന്നും അതിന് പോവാണെന്നും മിറയുടെ അമ്മ പറയുന്നു. ആരുടെ കൂടെയാണെന്ന് ജിൻ തിരക്കുന്നു. മിറയുടെ കൂടെയാണെന്ന് അമ്മ മറുപടി പറയുന്നു. എന്നാൽ അടുത്ത ദിവസം ജോഗിങ്ങിന് പോവാൻ ജിൻ അമ്മയെ വിളിക്കുന്നു. എന്നാൽ മിറ തന്നെ വിളിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് അമ്മ മിറയുടെ കൂടെ പോകുന്നു. അടുത്ത ദിവസം ടെറസിൽ തുണി വിരിച്ചുകൊണ്ടിരിക്കുന്ന മിറയുടെ അമ്മയുടെ അടുത്തേക്ക് അച്ഛൻ ചെല്ലുന്നു. നിനക്ക് പനിയാണ്, പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവാമെന്ന് ജിൻ പറയുന്നു. പെട്ടെന്ന് തന്നെ മിറ അവിടേക്ക് എത്തി. ഒരു മെഡിക്കൽ ചെക്കപ്പിന് ബുക്ക് ചെയ്തിട്ടുണ്ടെന്നും പെട്ടെന്ന് പോവാമെന്നും പറഞ്ഞ് അമ്മ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നു. ജിൻ ഒരിക്കലും അമ്മയെ വളയ്ക്കാതിരിക്കാൻ വേണ്ടി മിറ നന്നായി പാടുപെടുന്നു. അടുത്ത ദിവസം ജിൻ അമ്മയ്ക്ക് ഫ്ലവേഴ്സ് മേടിക്കാൻ ഫ്ലവർ ഷോപ്പിലേക്ക് എത്തുന്നു. എന്നാൽ ജിൻ മേടിക്കുന്നതിന് മുന്നേ തന്നെ മിറ മേടിച്ചുകൊണ്ട് പോയി. എന്നാൽ മറ്റൊരു പൂ മേടിച്ച് അമ്മയ്ക്ക് കൊടുക്കാൻ ജിന്നും പോയി. ഒരാൾ അമ്മയെ വളയ്ക്കാനും മറ്റേയാൾ അമ്മയെ സംരക്ഷിക്കാനും നന്നായി പാടുപെടുന്നു. രണ്ടുപേരും മത്സരിച്ചാണ് ബൊക്കെ കൊടുക്കാൻ പോകുന്നത്. സിഗ്നൽ വീണ കാരണം മിറയ്ക്ക് അവിടെ തന്നെ നിൽക്കേണ്ടി വന്നു. അപ്പോഴേക്കും അച്ഛൻ കുറച്ചു മുന്നിലായി കഴിഞ്ഞിരുന്നു. എന്നാൽ അച്ഛനെ പൊട്ടിക്കാൻ വേണ്ടി മിറ ഇലക്ട്രിക് സ്കൂട്ടറിൽ പോകുന്നു. ജിന്നു ഒട്ടും മടിച്ചില്ല. അതുവഴി വന്ന ജയയുടെ സൈക്കിളും മേടിച്ച് ജിൻ പെട്ടെന്ന് തന്നെ വില്ലിയിലേക്ക് വരുന്നു. എന്നാൽ മിറയാണ് ആദ്യം വീട്ടിലെത്തിയതും അമ്മയ്ക്ക് പൂ കൊടുത്തതും. എന്നാലും അച്ഛൻ ഒട്ടും മടിച്ചില്ല. ജിൻ ചെന്ന് അമ്മയ്ക്ക് പൂ കൊടുക്കുന്നു. ഞാനിത് നിനക്ക് വേണ്ടിയാണ് മേടിച്ചത്, ഇത് വെച്ചോളാൻ പറഞ്ഞ് അച്ഛനകത്തേക്ക് പോകുന്നു. അമ്മയെ സ്വന്തമാക്കാൻ ജിൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ മിറ തനിക്കാവും വിധം അതെല്ലാം മുടക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് മിറയെയും സഹോദരനെയുമാണ്. നിനക്കിപ്പോ വലിയ ജോലിയൊന്നും ഇല്ലേ എന്ന് മിറയുടെ സഹോദരൻ തിരക്കുന്നു. എന്താ കാര്യമെന്ന് മിറ ചോദിക്കുന്നു. അച്ഛനും അമ്മയും ഒന്നിക്കാനാണ് തനിക്ക് ഇഷ്ടമെന്നോ, നീ എന്തിനാണ് അതിന് തടസ്സം നിൽക്കുന്നതെന്നും സഹോദരൻ തിരക്കുന്നു. അച്ഛൻ ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ടെന്നും അതൊക്കെ നീ കാണുന്നില്ലേ എന്നും സഹോദരൻ മിറയോട് തിരക്കുന്നു. അച്ഛൻ വിളിച്ചതിന് ശേഷം അച്ഛൻ തിരിച്ച് നമ്മുടെ അടുത്തേക്ക് തന്നെയല്ലേ വന്നത്, അത്രയും വലിയ മനസ്സല്ലേ അച്ഛൻ്റേത് എന്നൊക്കെ സഹോദരൻ പറയുന്നു. പിന്നെ എന്തിനാണ് അവർ ഡൈവോഴ്സ് ചെയ്തതെന്ന് മിറ ചോദിക്കുന്നു.
താൻ അന്ന് കുഞ്ഞായിരുന്നെന്നും തനിക്ക് കാരണം എന്താണെന്ന് അറിയില്ലായിരുന്നെന്നും ഇപ്പോഴും അറിയില്ല എന്നും മിറയുടെ സഹോദരൻ പറയുന്നു. അവർ ഒരിക്കലും പിരിയാൻ താൻ സമ്മതിക്കില്ലായിരുന്നു എന്ന് മിറയുടെ സഹോദരൻ പറഞ്ഞു വിഷമിക്കുന്നു. മിറയുടെ സഹോദരന് അച്ഛനും അമ്മയും ഒരുമിച്ച് ജീവിക്കണമെന്നാണ് ആഗ്രഹം. എന്നാൽ മിറയ്ക്ക് മാത്രമാണ് ജിന്നിനെ ഇഷ്ടമല്ലാത്തത്. തന്നെ ബസ് സ്റ്റോപ്പിൽ ഇറക്കി വിടാൻ സഹോദരൻ പറയുന്നു. അവിടുന്ന് നേരെ അവൻ ഒരു കഫേയിലേക്കാണ് പോകുന്നത്. ആ കഫേയുടെ ഓണർ മിറയുടെ സഹോദരന്റെ കൂട്ടുകാരനായിരുന്നു. അവർ രണ്ടുപേരും സംസാരിക്കുന്നു. ഈ ബിൽഡിങ്ങിന്റെ റെന്റ് ഒരുപാടാകുമോ എന്ന് സഹോദരൻ ചോദിക്കുന്നു. എന്നാൽ ഇത് തന്റെ അച്ഛന്റെ ബിൽഡിംഗ് ആണെന്നും തനിക്ക് ബിസിനസ്സിലേക്ക് ഇറങ്ങണമെന്ന് വീട്ടിൽ പറഞ്ഞപ്പോൾ ഒരു പ്രസന്റേഷൻ നടത്താനും അത് ഇംപ്രസ് ആവുകയാണെങ്കിൽ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്നും തന്റെ വീട്ടുകാർ പറഞ്ഞു. അങ്ങനെ പ്രസന്റേഷൻ നടത്തി അവരെ ഇംപ്രസ് ചെയ്തതിനു ശേഷമാണ് താൻ ഈ കഫേ തുടങ്ങിയതെന്ന് കൂട്ടുകാരൻ പറയുന്നു. നീ കോളേജ് ഡ്രോപ്പ് ചെയ്യാൻ പോവാണോ എന്ന് കൂട്ടുകാരൻ തിരക്കുന്നു. അതെ എന്നും തനിക്കൊരു പ്ലാൻ ഉണ്ടെന്നും മിറയുടെ സഹോദരൻ പറയുന്നു. മിക്കവാറും അച്ഛനെയും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കാനായിരിക്കും അവൻ ഉദ്ദേശിക്കുന്നത്. പിന്നീട് നമ്മൾ മിറയുടെ അമ്മയാണ് കാണുന്നത്. ടൈലറിംഗ് ഷോപ്പിലേക്ക് വന്ന് തുണി കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആരോ ജിന്നിനെ കുറിച്ച് പറയുന്നത് അമ്മ കേൾക്കുന്നത്. അമ്മ അയാളെ ഫോളോ ചെയ്യുന്നു. അത് ടാക്സ് അക്കൗണ്ടന്റ് ആയിരുന്നു. അയാൾ ആരെയോ വിളിച്ച് ജിന്നിന്റെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ജിന്നിന്റെ ഓരോ കാര്യം നോക്കി തനിക്ക് തലവേദന ആയെന്നും പെട്ടെന്നുണ്ടാക്കിയ പൈസ പെട്ടെന്ന് തന്നെ നഷ്ടമാവും എന്നൊക്കെ ടാക്സ് അക്കൗണ്ടന്റ് ആരോടോ സംസാരിക്കുന്നു. ഇതെല്ലാം മിറയുടെ അമ്മയും കേട്ടിരുന്നു. അതേ ബിൽഡിംഗിൽ തന്നെയായിരുന്നു ടാക്സ് അക്കൗണ്ടന്റിന്റെ ഓഫീസും. അമ്മ ചെന്ന് ടാക്സ് അക്കൗണ്ടന്റിനോട് സംസാരിക്കുന്നു. തന്നെ അറിയില്ലേ എന്ന് മിറയുടെ അമ്മ തിരക്കുന്നു. അറിയാമെന്ന് ടാക്സ് അക്കൗണ്ടന്റ് മറുപടി പറയുന്നു. ജിന്നിന്റെ കുട്ടിക്കാലം മുതലുള്ള ഫ്രണ്ടാണ് ഞാനെന്നും ഇപ്പോൾ ടാക്സ് അക്കൗണ്ടന്റ് ആണെന്നും ടാക്സ് അക്കൗണ്ടന്റ് പറയുന്നു. എന്നാൽ ജിന്നിന്റെ എല്ലാ ഫ്രണ്ട്സിനെയും തനിക്ക് അറിയാമെന്നും ഈ ഒരു പേര് താൻ കേട്ടിട്ടില്ല എന്നും മിറയുടെ അമ്മ പറയുന്നു. ഞങ്ങൾ കൊച്ചിലെ നല്ല സുഹൃത്തുക്കളായിരുന്നെന്നും പിന്നീട് ഞങ്ങളുടെ കോണ്ടാക്ട് നഷ്ടപ്പെട്ടെന്നും ജോലിയുടെ ആവശ്യവുമായാണ് ഞങ്ങൾ പിന്നീട് ഫ്രണ്ട്സ് ആയതെന്നും ടാക്സ് അക്കൗണ്ടന്റ് പറയുന്നു. പെട്ടെന്ന് സമ്പാദിച്ച പൈസ പെട്ടെന്ന് പോകുന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? എന്താ അതിനർത്ഥം? എന്തായാലും നിങ്ങൾ അത് പറയില്ല. ഞാൻ നേരെ ജിന്നിനോട് തന്നെ ചോദിച്ചോളാം എന്ന് പറഞ്ഞു മിറയുടെ അമ്മ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ മിറയുടെ അമ്മ ജിന്നിനെ കോണ്ടാക്ട് ചെയ്യാൻ ഒരുപാട് ശ്രമിക്കുന്നു. പക്ഷെ ജിൻ കോൾ എടുക്കുന്നില്ല. അങ്ങനെ അമ്മ രാത്രി നടന്നു വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആരും മിറയുടെ അമ്മ ഫോളോ ചെയ്യുന്നതായി കാണിക്കുന്നത്. പെട്ടെന്ന് അമ്മയുടെ ഫോൺ താഴേക്ക് വീണു. ആ ഫോണിലേക്ക് മിറ വിളിക്കുന്നു. തനിക്ക് പ്രൊമോഷൻ ലഭിക്കുമ്പോൾ ഫ്രിഡ്ജ് മേടിക്കാമെന്ന് മിറ അമ്മയ്ക്ക് വാക്ക് കൊടുത്തില്ലായിരുന്നു. ഇപ്പോൾ മിറയ്ക്ക് പ്രൊമോഷൻ കിട്ടാറായി. അപ്പോൾ ഫ്രിഡ്ജ് മേടിക്കാൻ മിറ എത്തിയിരിക്കുകയാണ്. അതിന്റെ ആവശ്യത്തിനായിരുന്നു മിറ അപ്പോൾ അമ്മയെ വിളിച്ചത്. അങ്ങനെ മിറ ഫ്രിഡ്ജുമായി എത്തുമ്പോഴാണ് ജിന്നും സഹോദരനും വില്ലയുടെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നത്. താനും അമ്മയ്ക്ക് പ്രസന്റ് മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ജിൻ തന്റെ കയ്യിലുള്ള കവർ കാണിക്കുന്നു. തന്നെ അമ്മ 5 തവണ വിളിച്ചെന്നും ഒന്ന് തിരിച്ചു വിളിക്കട്ടെ എന്നും പറഞ്ഞ് ജിൻ മിറയുടെ മുന്നിൽ നിന്ന് ഷോ കാണിക്കുന്നു. അങ്ങനെ ജിൻ മിറയുടെ അമ്മയെ വിളിക്കുമ്പോൾ മറ്റൊരാളാണ് കോൾ എടുക്കുന്നത്. ഈ ഫോൺ നിലത്ത് നിന്നാണ് കിട്ടിയത്. ഇതൊരാളൊഴിഞ്ഞ സ്ഥലമാണ്. ഇവിടെ മിക്കപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്, പ്രത്യേകിച്ചും ഒറ്റയ്ക്ക് നടക്കുന്ന സ്ത്രീകൾക്ക് നേരെ. നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരണമെന്ന് ആ വ്യക്തി പറയുന്നു. അമ്മയെ കാണാനില്ലെന്നും താൻ പോയി നോക്കട്ടെ എന്നും പറഞ്ഞ് ജിൻ അവിടെ നിന്ന് പോകുന്നു. മിറയും ജിന്നിന്റെ പുറകിന് പോകുന്നു. അങ്ങനെ ജിൻ അമ്മയെ കാണാതായ സ്ഥലത്തേക്ക് എത്തുന്നു. അവിടെ നിലത്ത് കിടന്ന പച്ചക്കറി കിറ്റ് ജിൻ കാണുന്നു. മിറയും ജിന്നും ഒരുപാട് സ്ഥലങ്ങളിൽ അമ്മയെ തിരക്കുന്നു. അപ്പോഴാണ് മിറയ്ക്ക് ഒരു കോൾ വരുന്നത്. പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നത്. പെട്ടെന്ന് തന്നെ മിറയും ജിന്നും മിറയുടെ സഹോദരനും പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു. മിറയുടെ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന ടെൻഷനായിരുന്നു എല്ലാവർക്കും. മിറയും ജിന്നും അമ്മയുടെ അടുത്തേക്ക് ഓടി വരുന്നു. അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് അവർ നോക്കുന്നു. ഒരു അസോൾട്ട് കേസ് ഉണ്ടെന്ന് പോലീസുകാരൻ പറയുന്നു. മിറയുടെ അമ്മയെ ആരാണ് ഉപദ്രവിച്ചതെന്ന് ചോദിച്ച് ജിൻ ദേഷ്യപ്പെടുന്നു. എന്നാൽ അമ്മയല്ല, അമ്മയാണ് ഒരാളെ ഉപദ്രവിച്ചതെന്നും അയാൾക്കാണ് കേസെന്നും പോലീസുകാരൻ പറയുന്നു. മിറയുടെ അമ്മ മാത്രമല്ല, ഇവർ 3 പേരും കൂടെയാണെന്ന് പറഞ്ഞ് ഗ്രാൻഡ്മേനെയും കണ്ണാടി അങ്കിളിന്റെ വൈഫിനെയും കാണിക്കുന്നു. അപ്പോഴേക്കും ഗ്രാൻഡ്മയുടെ ഹസ്ബൻഡും അവിടെ എത്തിയിരുന്നു. ഇവർ ആരെയാണ് ആക്രമിച്ചതെന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് ജിൻ കാണുന്നത് മിറയുടെയൊക്കെ പഴയ ലാൻഡ് ലോഡ് ആയിരുന്നു അതെന്ന്. അയാൾക്കൊരു വാണിംഗ് കൊടുത്തിട്ടും പിന്നെയും മിറയുടെ അമ്മയെ ഉപദ്രവിച്ചതിന് ജയ് അയാളെ തല്ലാൻ പോകുന്നു. എന്നാൽ അയാളെ ഒന്നും ചെയ്യണ്ട എന്നും അയാൾക്ക് കൊടുക്കുന്നത് ഞാൻ കൊടുത്തെന്നും മിറയുടെ അമ്മ പറയുന്നു. അപ്പോഴാണ് എന്താണ് സംഭവിച്ചതെന്ന് കാണിക്കുന്നത്. ടാക്സ് അക്കൗണ്ടന്റിന്റെ കാര്യം തിരക്കാൻ വേണ്ടിയിട്ട് മിറയുടെ അമ്മ ജിന്നിനെ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് പഴയ ലാൻഡ് ലോഡ് മിറയുടെ അമ്മയെ ഫോളോ ചെയ്യുന്നത്. നിന്റെ എക്സ് ഹസ്ബൻഡ് എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു, അതുകൊണ്ട് നിന്നെ എനിക്കൊരു പാഠം പഠിപ്പിക്കണം എന്നും പറഞ്ഞ് പഴയ ലാൻഡ് ലോഡ് മിറയുടെ അമ്മയെ ഉപദ്രവിക്കാൻ പോകുന്നു. പെട്ടെന്ന് തന്നെ മിറയുടെ അമ്മ ശബ്ദം ഉണ്ടാക്കുകയും അതുവഴി പോയ ഗ്രാൻഡ്മയും കണ്ണാടി അങ്കിളുടെ വൈഫും ആ ശബ്ദം കേൾക്കുകയും മിറയുടെ അമ്മയുടെ അടുത്തേക്ക് ഓടി വരികയും ചെയ്തു. അങ്ങനെ അവർ 3 പേരും കൂടെ ചേർന്ന് ആ പഴയ ലാൻഡ് ലോഡിനെ അടിച്ചു. ഇതായിരുന്നു അവിടെ നടന്നത്. അങ്ങനെ അവരെല്ലാം പോലീസ് സ്റ്റേഷന്റെ പുറത്തേക്ക് ഇറങ്ങി. വീട്ടിലേക്ക് പോവാമെന്ന് അമ്മ പറയുന്നു. എന്നാൽ താൻ ഇപ്പോഴേ വരുന്നില്ലെന്നും അനിയനോട് അമ്മയെ നോക്കിക്കോണേ എന്ന് പറഞ്ഞിട്ട് മിറ അവിടെ നിന്ന് പോകുന്നു. ഇന്ന് നടന്നതെല്ലാം ഓർത്ത് മിറ വല്ലാതെ വിഷമിക്കുന്നു. വിഷമം മാറ്റാൻ മിറ പാർക്കിൽ കൂടെ നടക്കുന്നു. മിറയുടെ പുറകിൽ തന്നെ ജിന്നും ഉണ്ടായിരുന്നു. ജിൻ വീട്ടിൽ പോവാതെ വിഷമത്തിലാണ് മിറ അവിടെ നിന്ന് പോയതെന്ന് മനസ്സിലാക്കി ജിൻ മിറയുടെ പുറകിന് തന്നെ ഉണ്ടായിരുന്നു. മിറ ജിന്നിനെ കാണുന്നു. നീ അമ്മയെയും സഹോദരനെയും നല്ല രീതിയിൽ തന്നെയാണ് നോക്കിയത്. കൊച്ചുപ്രായം മുതലേ വീടിന്റെ ചുമതല നിന്റെ മേലെ വന്നു. അതെന്റെ തെറ്റാണ്.
എന്നോട് ക്ഷമിക്കണം എന്ന് ജിൻ പറയുന്നു. ഇനിയെങ്കിലും കുറച്ച് ബ്രേക്ക് എടുക്കണമെന്ന് ജിൻ മിറയോട് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. എന്നാൽ എനിക്ക് നിങ്ങളെപ്പോലെ ആവണ്ടായിരുന്നു. എനിക്ക് എന്റെ കുടുംബത്തെ ഇട്ട് എങ്ങോട്ടും പോകാൻ സാധിക്കില്ലായിരുന്നു മിറ പറയുന്നു. നീ വിഷമിക്കേണ്ട, ഒരിക്കലും നീ എന്നെ പോലല്ല എന്ന് ജിൻ പറയുന്നു. രണ്ടുപേരും ശരിക്കും ഇമോഷണലായി. രണ്ടുപേരുടെയും കണ്ണു നിറഞ്ഞിരുന്നു. അങ്ങനെ വിഷമമൊന്നും താങ്ങാൻ വയ്യാതെ മിറ റോഡിയിരുന്ന് കരയുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് ജെ വരുന്നു. എന്താണ് പറ്റിയതെന്ന് ജെ തിരക്കുന്നു. എന്നാൽ ഇവിടെ നിന്ന് പോവാൻ മിറ പറയുന്നു. ജെ അവിടെ നിന്നും പോയി. ആ സമയം തന്നെ നന്നായി മഴ പെയ്യുന്നുണ്ടായിരുന്നു. മിറ നല്ല രീതിയിൽ കരയാൻ തുടങ്ങി. അപ്പോഴേക്കും ജെ മിറയുടെ അടുത്തേക്ക് കൊടയുമായി വന്നു. എന്താ ഈ കാണിക്കുന്നതെന്ന് മിറ ചോദിക്കുന്നു. ഗോസിപ്പ് പറയുന്ന നെയ്ബേഴ്സിന്റെ മുന്നിൽ നീ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ എനിക്ക് പറ്റില്ല എന്ന് ജെ പറയുന്നു. ആ സീൻ കട്ട് ചെയ്ത് പിന്നെ നമ്മൾ കാണുന്നത് സുന്ദരി ആന്റിയെയാണ്. സുന്ദരി ആന്റി ഒരു ഫോട്ടോ എടുത്ത് നോക്കുന്നു. അത് സുന്ദരി ആന്റിയും ജിന്നും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോയാണ്. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് സീനാണ് കാണിക്കുന്നത്. ജിൻ ബലമായി സുന്ദരി ആന്റിയുടെ കൈ കയറി പിടിക്കുന്നു. മോശപ്പെട്ട ഒരാളുമായിട്ട് കൂട്ടുകൂടെ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് സുന്ദരി ആന്റി പറയുന്നു. ഇവർ എന്തിനെ കുറിച്ചാണ് സംസാരിച്ചതെന്ന് ഇപ്പോൾ പറയുന്നില്ല. വരുന്ന എപ്പിസോഡിൽ നമുക്കത് കാണാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെയാണ് അവസാനിക്കുന്നത്. സുന്ദരി ആന്റിയും ജിന്നും തമ്മിൽ എന്താ ബന്ധമെന്നൊക്കെ നമുക്കിനി വരുന്ന എപ്പിസോഡിൽ കാണാം. അതേപോലെ തന്നെ കുഴഞ്ഞു മറിഞ്ഞു നടക്കുന്ന നമ്മുടെ മിറയുടെ ജീവിതവും എങ്ങനെയാണ് നേരെയാവുന്നത് എന്നൊക്കെ നമുക്കിനി വരുന്ന എപ്പിസോഡിൽ കാണാം. ഈ എപ്പിസോഡ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടുമല്ലോ. അതുവരേക്കും ബൈ ബൈ ഫ്രം മൂവി ടോക്കീസ്.